ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതില് പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് കേട്ടോ. പ്രാചീന ശിലായുഗം, അതുപോലെ മധ്യശിലായുഗം ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളത് നവീന ശിലായുഗത്തെ പറ്റിയാണ് കേട്ടോ. നിയോലിത്തിക് ഏജ്. മനുഷ്യജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു കാലമാണ് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതായത് നിയോസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? നവീനം എന്നാണ് കേട്ടോ. ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് എന്ത് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച് നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മാൻ മേക്സ് ഹിംസെൽഫ് അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയിട്ടുള്ളത്? ഗോർഡൻ ചൈൽഡ് ആണ് കേട്ടോ. ഗോർഡൻ ചൈൽഡ്. മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തന്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു. ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തെരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി. തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ചേർന്നവയാണ്. ഓക്കെ, ഇനി ഈ ഒരു വിവരണത്തിൽ നവീന ശിലായുഗത്തിലുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളെയാണ് പ്രതിപാദിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ്? കൃഷി ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്താനും തുടങ്ങി. ഓക്കെ, അതുപോലെ കാർഷിക വൃത്തിയുടെ തുടക്കം, അതുപോലെ സ്ഥിരവാസം, അതായത് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. പിന്നെ ഭക്ഷ്യോൽപാദനം നമ്മൾ പറഞ്ഞില്ലേ, കൃഷി, അതായത് പ്രകൃതിയിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യന് മാറുകയും ചെയ്തു. ഇനി ചുറ്റുപാടുകളുമായുള്ള മനുഷ്യന്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായത്. നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യൻ തുടക്കം കുറിച്ചു. അവ ചുവടെ നൽകുന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷിയുടെ ആരംഭം. ഇനി ഒരു ഭൂപടത്തിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഭൂപടം നിരീക്ഷിക്കൂ. ചന്ദ്രക്കലയുടെ ആകൃതി രേഖപ്പെടുത്തിയ പ്രദേശം കാണാമല്ലോ. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭമെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു. ഫെർട്ടൈൽ ക്രസന്റ് അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രദേശം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണെന്ന് കണ്ടെത്താമോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഭൂപടം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് ഫെർട്ടൈൽ ക്രസന്റ് അല്ലെങ്കിൽ എന്താണ് ഫലഭൂഷ്ടമായ ചന്ദ്രക്കല എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു എന്താണ് ഈ ഫെർട്ടൈൽ ക്രസന്റ്? പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ലോകത്ത് ആദ്യമായിട്ട് കൃഷി ആരംഭിച്ച പ്രദേശം ഇതാണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. അതായത് മെഡിറ്ററേനിയൻ കടല്, ഇവിടെ കാണാൻ പറ്റും മെഡിറ്ററേനിയൻ കടല്. ഈ ഒരു കടൽ തീരം മുതൽ പേർഷ്യൻ കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പ്രദേശം വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ ഒരു പേരിൽ വിളിക്കുന്നത് കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് ഈ പ്രദേശം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണെന്ന് കണ്ടെത്താമോ? ഈ പ്രദേശം ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണെന്ന് കണ്ടെത്താമോ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചിത്രം നോക്കിയാൽ, ഈ ഒരു ഭൂപടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈജിപ്ത്, അതുപോലെ ഇസ്രായേൽ, ഫലസ്തീൻ. ഈജിപ്ത്, ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീന്റെ ഭാഗമാണ്. പിന്നെ ലെബനൻ, അതുപോലെ സിറിയ, തുർക്കി, അതുപോലെ ഇറാൻ, ഇറാഖ്, ഇതിനൊക്കെ ഭാഗമായിട്ട് വരുന്ന വലിയൊരു ഭൂപ്രദേശമാണ് എന്ത് ഈ ഒരു ഫെർട്ടൈൽ ക്രസന്റ്. ഓക്കെ, ജോർദാൻ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഈജിപ്ത്, ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീൻ, ലെബനൻ, സിറിയ, തുർക്കി, പിന്നെന്താണ്? ഇറാഖ്, ജോർദാൻ, ഇറാൻ കേട്ടോ. ഇനി ഇവിടെ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ജനസംഖ്യാ വർധനവ്,
അതുപോലെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം, ഇതൊക്കെ എന്താണ് കൃഷി ആരംഭിക്കാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനൊക്കെ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ട്ടോ. ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള എന്താണ് കുടിയേറ്റം കുറയാൻ തുടങ്ങി, ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരവാസം തുടങ്ങി. അതുപോലെ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കേട്ടോ. പിന്നെ സങ്കീർണമായ സാമൂഹിക സംഘാടനം, ആളുകളെ സംഘടിക്കാൻ തുടങ്ങി. അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്. ഓക്കെ, അതായത് പ്രകൃതിയിൽ നിന്നും നേരിട്ട് തന്നെ ലഭിച്ചിരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം പിന്നീട് എന്താണ് കൃഷിയിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങൾ. ഇനി ഇവിടെ നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ച് ഇവയുടെ സവിശേഷതകൾ കണ്ടെത്തൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? അതായത് മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണല്ലേ. പിന്നെ നമുക്ക് മൂർച്ചയുള്ള ഉപകരണങ്ങൾ കാണാൻ പറ്റും. മിനുസപ്പെടുത്തിയതാണെങ്കിലും മൂർച്ചയുള്ള ഉപകരണങ്ങളാണ്. അത് ആയുധങ്ങളുടെ അഗ്രഭാഗം എന്താണ് കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ഓക്കെ, ഇത് വേട്ടയാടാനും കൃഷി ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ സൗകര്യപ്രദമാവും. ആകൃതിയിൽ വന്ന മാറ്റില്ലേ, പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഉദാഹരണത്തിന് മഴു, ഊരല്, അരകല്ല്, ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് അനുസരിച്ച് ആകൃതിയിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത്. ശിലകളെ കൃത്യമായ ആകൃതിയിൽ ചെത്തിയെടുക്കാനും മനുഷ്യൻ ഈ ഒരു നവീന ശിലായുഗത്തിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈപ്പിടികളുടെ ഉപകരണങ്ങളും ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിനുസപ്പെടുത്തിയിട്ടുള്ള ഉപകരണങ്ങളാണ്, മൂർച്ചയുള്ളതായിരുന്നു, ആകൃതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെന്താണ്, കൈപ്പിടികളിലുള്ള ഉപകരണങ്ങളും ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി. മരം മുറിക്കാനും മണ്ണ് ഉഴുതുമറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പൊ കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമവും വളർന്നു വന്നു. കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി. ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നവീന ശിലായുഗ വിപ്ലവം എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോർഡൻ ചൈൽഡ് ആണ് കേട്ടോ. ഗോർഡൻ ചൈൽഡ് മാൻ മേക്ക് ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിലാണ് ഇദ്ദേഹം ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ മേൽപ്പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവീന ശിലായുഗത്തിലെ മാറ്റങ്ങൾ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് അവതരിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എന്തായിരുന്നു? മൃഗങ്ങളെ ഇണക്കി വളർത്തല്, പിന്നെ കൃഷി ആരംഭം, പിന്നെന്താണ്, സ്ഥിരവാസം, ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയോടെ അവിടെ തന്നെ എന്താണ് ചെറിയ കുടിലുകളൊക്കെ കെട്ടി സ്ഥിരവാസം തുടങ്ങി. പിന്നെ ഭക്ഷ്യ സംഭരണം അല്ലെ, അതായത് മിച്ചോൽപ്പന്നങ്ങൾ, അതായത് കൃഷി കിട്ടിയിട്ടുള്ള കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ, അതിൽ വന്നിട്ടുള്ള മിച്ചം വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ സംഭരിക്കാൻ തുടങ്ങി. ഭക്ഷ്യ സംഭരണം എന്ന് പറയാം. ഭക്ഷ്യ സംഭരണം. പിന്നെ നമ്മൾ പറഞ്ഞു തൊഴിൽ വിഭജനം പറഞ്ഞില്ലേ, അതായത് കൃഷിക്ക് പുറമെ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ വിവിധ തൊഴിൽ മേഖലകളിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. തൊഴിൽ വിഭജനം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. നവീന ശിലായുഗത്തിൽ ഫസ്റ്റ് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, പിന്നീട് കൃഷി ആരംഭിച്ചു, പിന്നീട് അവിടെ തന്നെ സ്ഥിരവാസം ആരംഭിച്ചു, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ തുടങ്ങി, തൊഴിൽ വിഭജനം കേട്ടോ. ഇനി ഇവിടെ ലോക ഭൂപടം നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജെറീക്കോ, ജാർമോ, അതുപോലെ അലിക്കോഷ്യ, മെഹർഗഡ്, ഇവരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നാണ് കേട്ടോ. ജെറീക്കോ ഏത് രാജ്യത്താണ്? ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ആണ് കേട്ടോ. ഓക്കെ, ഫലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേലിലാണ് എന്ത്? ജെറീക്കോ
അതായത് നവീന ശിലായുഗ കേന്ദ്രമായ ജെറീക്കോ. അതുപോലെ ജാർമോ ഇറാഖിലാണ്. പിന്നെ അലിക്കോഷ് ഇറാനിലാണ് കേട്ടോ, ഇറാനിലാണ്. അതുപോലെ മെഹർഗഡ് പാകിസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ ജെറീക്കോ, ജാർമോ, അലിക്കോഷ്, മെഹർഗഡ്. ഇനി ഇവിടെ ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ, ഇവിടെ നമ്മൾ പറഞ്ഞു ജാർമോ അല്ലെ, ജാർമോ ഇറാഖിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ റോബർട്ട് ജെ ബ്രൈഡ് വുഡ് ആണ് ഗുർദിഷ് കുന്നുകളിലെ അല്ലെങ്കിൽ ആധുനിക ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്, റോബർട്ട് ജെ ബ്രൈഡ് വുഡ് ആണ് കേട്ടോ. ഗുർദിഷ് കുന്നുകളിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ജാർമോയിലെ ജനങ്ങൾ ബാർലിയും 2 തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു. ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിന്റെ വ്യക്തമായ സൂചനയുമുണ്ട്. അപ്പൊ ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു. അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു. അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ മെഹർഗഡ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. മെഹർഗഡ് കേട്ടോ. മെഹർഗഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ് കേട്ടോ. അത് ആദ്യം നമുക്ക് ഇന്ത്യയിലായിരുന്നു, പിന്നീട് പാകിസ്ഥാന് വിഭജനത്തിന് ശേഷം ഇപ്പൊ അത് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പ്രദേശത്ത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നു കേട്ടോ. ഈ ഒരു പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്നത് ഏത് പ്രദേശത്തിനെയാണ്? മെഹർഗഡിനെയാണ് കേട്ടോ, മെഹർഗഡ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഇതാണ്, മെഹർഗഡ് ആണ് കേട്ടോ, മെഹർഗഡ്. ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ് എന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇനി ലോഹയുഗം അല്ലെങ്കിൽ മെറ്റൽ ഏജ് ആണ്. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. ഓക്കെ, മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? ചെമ്പാണ് കേട്ടോ. അപ്പൊ പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ ഹോയുക്ക്, തുർക്കിയിലെ ചാതൽ ഹോയുക്ക്, അതുപോലെ ചയോനു വടക്കൻ സിറിയയിലെ ചയോനു, അലിഗോഷ് നമ്മൾ പറഞ്ഞു ഇറാന് എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. BCE 7000 ആണ് ഇതിന്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മൾ പറഞ്ഞു പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി മനുഷ്യരെ ഈ ഒരു ഘട്ടത്തിൽ കൈവരിച്ചിട്ടുണ്ട്. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ ഹൊയുഗ് എവിടാണ്? തുർക്കിയിലാണ്. ചയോനു വടക്കൻ സിറിയ, അലിഗോഷ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. BCE 7000 ഇതിന്റെ കാലമായിട്ട് കണക്കാക്കുന്നത്. ശിലാ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ എന്തെല്ലാം എന്ന് ചോദിക്കുന്നു കേട്ടോ. എന്തൊക്കെ മേന്മകളാണുള്ളത്? അനുയോജ്യമായ ആകൃതിയും രൂപത്തിലും മാറ്റാനാവൂലെ. അതുപോലെ കൂടുതൽ കാലം നിലനിൽക്കും. അതുപോലെ പിന്നെ മൂർച്ച കൂട്ടാൻ എളുപ്പമാണ്, കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം. ഇതൊക്കെ എന്താണ്? ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകളാണ് കേട്ടോ. ഓക്കെ, മൂർച്ച കൂട്ടാൻ എളുപ്പമാണ്. അതുപോലെ എന്താണ്? ശിലാ ഉപകരണങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും കൂടുതൽ കരുത്തുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിക്കാം. അടുത്തതാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ്. ശിലായുഗത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുവല്ലോ. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല. ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലത്തെ താമ്രശിലായുഗം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് താമ്രശിലായുഗം എന്ന് പറഞ്ഞാല്? ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ ഒരു കാലഘട്ടത്തെയാണ് താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത് കേട്ടോ. എവിടെ നിന്നൊക്കെയാണ്? ഇന്ത്യയിലെ രാജസ്ഥാന്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നൊക്കെ താമ്രശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തത്.
എന്താണ് ദൈമാബാദിൽ, അതായത് മഹാരാഷ്ട്രയിലെ ദൈമാബാദിൽ നിന്ന് ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കലശങ്ങളാണ് ട്ടോ. ഇനി നെവാസായിൽ, അതായത് മഹാരാഷ്ട്രയിലെ നെവാസായിൽ നിന്നും ലഭിച്ച കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികളാണ്. അടുത്തത് വെങ്കലയുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് ആണ് ട്ടോ. BCE 6000-നും 3000-നും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിന്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു. കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി. ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി. തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാക്കുകയും ചെയ്തു. ഗോൾഡൻ ചൈൽഡ് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ട്ടോ. ഗോൾഡൻ ചൈൽഡിന്റെ വെങ്കലയുഗത്തെ പറ്റി പറയുന്നതാണ്. വെങ്കലയുഗത്തിൽ എന്താണ് കലപ്പയും ചക്രവണ്ടിയും ഒക്കെ വഞ്ചിയും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് ലോഹ സംസ്കരണ വിദ്യയിലും കൂടുതൽ വികാസം പ്രാപിച്ചു. തൽഫലമായിട്ട് കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു. പിന്നീട് കാർഷികേതര ഉൽപാദനം ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അത് കൊടുത്തത് ട്ടോ. അപ്പൊ ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകളെ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് പറയുന്നത് ട്ടോ. അപ്പൊ എന്താണ് നാഗരികത? ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായിട്ടുള്ള വിവിധതരം തൊഴിലുകൾ, അതായത് കൈത്തൊഴിലുകള്, കരകൗശല പ്രവർത്തനങ്ങള്, കച്ചവടം തുടങ്ങിയവയിലൊക്കെ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷത്തെയാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ വിശാലമായ വീഥികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗര ജീവിതത്തിന്റെ സവിശേഷതകളാണ്. നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ. ഇനി വെങ്കലം അല്ലെങ്കിൽ ഓട്, ബ്രോൺസ്, ചെമ്പും അതായത് കോപ്പർ, വെളുത്തീയം അല്ലെങ്കിൽ ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹ സങ്കരമാണ് വെങ്കലം. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം കേട്ടോ. അപ്പൊ വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് എന്താണ്? കോപ്പറും ടിന്നും ചേർന്നാണ് കേട്ടോ. നമ്മുടെ കെമിസ്ട്രിയിൽ ചോദിക്കാറുണ്ട്. എന്ത് ഏതൊക്കെയാണ്? കോപ്പറും ടിന്നും ചേർന്നാണ് ബ്രോൺസ്. കോപ്പറും ടിന്നും ടിൻ അല്ലെങ്കിൽ വെളുത്തീയം. ഇതെന്താണ്? ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താമോ എന്ന് പറയുന്നുണ്ട്. പട്ടികപ്പെടുത്താനാണ് കേട്ടോ. വെങ്കലയുഗ സംസ്കാരങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ വെങ്കലയുഗ സംസ്കാരങ്ങൾ നമ്മൾ പഠിച്ചപ്പോ ഏതൊക്കെയായിരുന്നു വെങ്കലയുഗ സംസ്കാരങ്ങള്? നമ്മൾ 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഹരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഏതൊക്കെയാണ്? മെസൊപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ഹരപ്പൻ, അതുപോലെ ചൈനീസ് സംസ്കാരം. ഇതൊക്കെ എവിടെ നിന്നാണ് ഉടലെടുത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരം എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞു ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദീതടങ്ങളിലാണ്. ഇന്നത്തെ ഇറാഖ് ആയിട്ടുള്ള ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. പിന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്തിലായിരുന്നു. ഹരപ്പൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് സിന്ധു നദീതടത്തിലാണ്. ഓക്കെ, ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ഭാഗങ്ങളിലാണ് കേട്ടോ. ചൈനീസ് സംസ്കാരം ഹുവാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം. ഇമ്പോർട്ടന്റ് ആണ്. വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹരപ്പൻ സംസ്കാരം. ഹരപ്പ, മോഹൻജദാരോ, ലോത്തൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായ നിർമ്മിത പൊതുകെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവ് വീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിക്കുന്നത്. ഹരപ്പൻ സംസ്കാരം നമ്മൾ പറഞ്ഞു സിന്ധു നദീതടങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നമ്മുടെ ഈ ഒരു സംസ്കാരത്തെ, അതായത് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ 1ാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഹരപ്പ, മോഹൻജദാരോ, ലോത്തൽ തുടങ്ങിയ നഗരങ്ങള് ആസൂത്രിതമായി നിർമ്മിച്ച പൊതുകെട്ടിടങ്ങള്, വലിയ കുളം, അതായത് ഗ്രേറ്റ് ബാത്ത്, വീടുകള്, തെരുവ് വീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയൊക്കെ അതുപോലെ തന്നെ വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയൊക്കെ സാന്നിധ്യമൊക്കെ ഈ ഒരു ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അടുത്തത് വേദകാലം അല്ലെങ്കിൽ വേദിക് ഏജ്. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു, അതായത് ഇന്ത്യയുടെ വടക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നു. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ കാലത്തെ വേദകാലം എന്ന് വിളിക്കുന്നു. BC 1500-600 ഇടയിലുള്ള ആണ് വേദകാലം. BC 1500-600 ഇടയിലാണ് വേദകാലം ട്ടോ. ഇപ്പൊ സപ്ത സിന്ധു പ്രദേശം, സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം. അപ്പൊ സപ്തസിന്ധു പ്രദേശം, സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസ്കൃതം, ലത്തീൻ, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡൻ, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റൊമാനിയൻ എന്നീ ഭാഷകളിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ? സംസ്കൃതം, ലത്തീന്, ഗ്രീക്ക്, ജർമ്മൻ, ഇംഗ്ലീഷ്, സ്വീഡിഷ്, റഷ്യൻ, പോളിഷ്, ഇറ്റാലിയൻ, സ്പാനിഷ്, ഫ്രഞ്ച്, റൊമാനിയൻ എന്നീ ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഉൾപ്പെടുന്നത്. ഇനി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. വേദകാലത്തെ ആദ്യകാല വേദകാലം അല്ലെങ്കിൽ ഋഗ്വേദം രചിച്ച കാലമാണ് ആദ്യകാല വേദകാലം ട്ടോ. പിന്നീട് പിൽക്കാല വേദകാലം, അതായത് യജൂർ, സാമ, അഥർ വേദങ്ങൾ രചിച്ച കാലത്തെയാണ് പിൽക്കാല വേദകാലം. ഇങ്ങനെ വേദകാലത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യകാല വേദകാലത്തിൽ ഋഗ്വേദം രചിച്ച കാലമാണ്. പിൽക്കാല വേദകാലത്തിൽ യജൂർ, സാമ, അഥർവ വേദങ്ങളൊക്കെ രചിച്ച കാലത്തെയാണ് പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നത്. ആദ്യകാല വേദകാലത്തെയും പിൽക്കാല വേദകാലത്തെയും ജനജീവിതത്തെ നമുക്ക് താരതമ്യം ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ആദ്യകാല വേദകാലം സപ്തസിന്ധു പ്രദേശത്തായിരുന്നു. പിൽക്കാല വേദകാലം ഗംഗാ സമതലം വരെ പിന്നീട് വ്യാപിച്ചു. ഇടയ സമ്പദ് വ്യവസ്ഥ ആയിരുന്നു ആദ്യകാല വേദകാലത്തിൽ ഉണ്ടായിരുന്നത്. പിൽക്കാല വേദകാലത്ത് കൃഷിക്കാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് അർദ്ധ നാടോടികളായിരുന്നു കേട്ടോ ആദ്യകാല വേദകാലത്തിൽ. പിൽക്കാല വേദകാലത്തോടെ സ്ഥിരവാസ ജീവിതമായിരുന്നു. പിന്നെ ആദ്യകാല വേദകാലത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റത് പിൽക്കാല വേദകാലത്തിലാണ് കേട്ടോ. പിന്നീട് കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തും ഉണ്ടായിരുന്നു ആദ്യകാല വേദകാലത്തിൽ. പിന്നീട് വർണ്ണ വ്യവസ്ഥ ശക്തിപ്പെട്ടത് പിൽക്കാല വേദകാലത്തിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. വർണ്ണ വ്യവസ്ഥ ശക്തിപ്പെട്ടത് പിൽക്കാല വേദകാലത്തിലാണ്. അതുപോലെ ഇരുമ്പിന്റെ ഉപയോഗം എന്തായിരുന്നു? പിൽക്കാല വേദകാലഘട്ടത്തിൽ വന്നാണ് കേട്ടോ. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം. ആദ്യകാല വേദകാലഘട്ടത്തിൽ നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൽ യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അധികാരമായിട്ട് മാറിയത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ്. ഓക്കെ, പിന്നീട് ആദ്യകാല വേദകാലത്തിൽ യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു പിൽക്കാല വേദകാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായിട്ട് മാറി. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അധികാരമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെടുന്നതും പിൽക്കാല വേദകാലത്തിലാണ്. ആദ്യകാല വേദകാലത്ത് പ്രകൃതി ശക്തികളെ ആയിരുന്നു ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. പിൽക്കാല ഘട്ടത്തിൽ വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം കുറിച്ചതും പിൽക്കാല ഘട്ടത്തിലാണ്. ഇനി വേദ സാഹിത്യമാണ് കേട്ടോ. വേദം എന്നാൽ അറിവ്, വിദ് എന്നാണ് അർത്ഥം ട്ടോ. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇവയിൽ ഋഗ്വേദമാണ് ആദ്യത്തേത്. 4 വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായി ബ്രാഹ്മണങ്ങൾ, അതുപോലെ ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിന്റെ ഭാഗമാണ്. വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് വേദസാഹിത്യം. വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് ഏതാണ്? വേദസാഹിത്യം.
ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്? വേദങ്ങൾ 4 അപ്പൊ എന്താണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ ഇത് കൂടാതെ എന്താണ്? ആദ്യത്തേത് ഋഗ്വേദമാണ്. ഋഗ്വേദം ആദ്യകാല വേദകാലത്താണ് ഋഗ്വേദം രൂപപ്പെട്ടത്. പിന്നീട് എന്താണ്? ഈ 4 വേദങ്ങൾ കൂടാതെ ബ്രാഹ്മണങ്ങൾ, അതുപോലെ അരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവയും വേദ സാഹിത്യത്തിന്റെ ഭാഗമാണ്. ഇനി വർണ്ണവ്യവസ്ഥ. വർണ്ണങ്ങൾ 4 ഉണ്ടായിരുന്നു. പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണരും, രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയരും, കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്യരും, ഈ 3 വിഭാഗങ്ങൾക്കും ദാസവൃത്തി ചെയ്തിരുന്നവർ ശൂദ്രരുമായിരുന്നു. ഈ 4 വർണ്ണവ്യവസ്ഥകളാണ് നിലനിന്നിരുന്നത്. ഒന്നുകൂടെ, പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവര് ബ്രാഹ്മണരായിരുന്നു, രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയരായിരുന്നു, കൃഷിയും കച്ചവടവും ഏർപ്പെട്ടിരുന്നവർ വൈശ്യരായിരുന്നു, ഈ 3 വിഭാഗത്തിലെയും ദാസവൃത്തി ചെയ്തിരുന്നവർ ശൂദ്രരുമായിരുന്നു ട്ടോ. മാനവ ചരിത്രത്തിന്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ടത്. കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി. പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി. ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവ ചരിത്രത്തിന്റെ വിവിധ വികാസ ഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് മക്കളെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഒരുപാട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ഒക്കെ നന്നായിട്ട് പഠിക്കാം. ആദ്യത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത് ട്ടോ. ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.